ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിർമ്മല കോളേജ് വിവാദം കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുകയാണ്. അതെ, ഇന്ന് കലാലയങ്ങളിൽ വരുന്നത് വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയല്ല എന്ന് തെളിയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രം ഇവർ പഠിക്കാൻ പോയാൽ മതി. അവിടെ ആകുമ്പോൾ ഇവർക്ക് ഒരു സമരവും ചെയ്യണ്ട. ഞങ്ങളിതാ ഭൂരിപക്ഷമായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം വേണമെന്ന് പറഞ്ഞ് ഒരു പ്രിൻസിപ്പളിനെയും തടഞ്ഞു വെക്കേണ്ടുന്ന ഒരു ഗതി വരില്ല. അല്ലാതെ തന്നെ അവർക്ക് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ പിടിച്ച അടി കൊടുക്കുന്ന സിസ്റ്റം അവിടെയുണ്ട്. 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടി കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശരീഅത്ത് നിയമമാണല്ലോ നിലവിൽ പല വിഷയങ്ങളിലും. ഇപ്പോ കണ്ണൂരിലെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്, പല സമയങ്ങളിലും ചർച്ചകളായതാണ്. എങ്ങനെയാണ് തീവ്രവാദം അണ പൊട്ടി ഒഴുകുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ 14 ജില്ലകൾ ഉണ്ടായിട്ട് കണ്ണൂരിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഐസിസിലേക്ക് പോയത് അത്രയും കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, അവരുടെ തലച്ചോറിൽ മതം എങ്ങനെയോ കടന്നു വന്നിട്ടുണ്ട്, പ്രണയക്കെണിയിൽ അകപ്പെട്ടിട്ടുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവര് തലയെടുക്കും. അതൊന്നും പുറത്തു പറയാൻ പാടില്ലാത്ത വിഷയമാണ്. പാലാ ബിഷപ്പ് അത് പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വന്നത്. അദ്ദേഹത്തെ കൊല്ലാൻ ഈ കേരളക്കരയിൽ മുറവിളി ഉയർന്നത് അതുകൊണ്ടൊന്നും പറ്റില്ല. ഇതൊക്കെ കേട്ട് സഹിക്കുക, മിണ്ടാതിരിക്കുക. നമുക്ക് കിട്ടിയ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കാനെങ്കിലും നമുക്ക് സാധിക്കണം. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദ് എന്ന വ്യക്തി വർഷങ്ങളോളം ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയ മഴുവുമായി ഒരു രൂപവും മാറ്റാതെ കണ്ണൂരാണ് സ്വസ്ഥമായും സുഖമായും ജീവിച്ചു വന്നത്. പോപ്പുലർ ഫ്രണ്ടുകാരാണ് കൃത്യമായി മാസപ്പടി എത്തിച്ചിരുന്നത്. പിന്നീട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ മാസപ്പടി എത്താതായി. അത് കഴിഞ്ഞ് പോപ്പുലർ SDPIക്കാരന്റെ മകളെ അയാൾ വിവാഹം കഴിക്കുന്നു, 2 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. കള്ളപ്പേര് പറഞ്ഞിട്ടാണ് ആ പെണ്ണിനെ വിവാഹം കഴിച്ചത് എന്ന് പറയുമ്പോഴും ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയതിന്റെ പാരിതോഷികമായി മകളെ നൽകിയ SDPIക്കാരനെ ആരും ചർച്ച ചെയ്തില്ല. ബർത്ത് സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന് വന്നിട്ട് ഭാര്യ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല ഇത് സവാദാണ്. ഇതൊക്കെ കേരളം വിശ്വസിക്കും. പലിശരഹിത ബാങ്ക് കണ്ണൂര് വന്നപ്പോൾ അതിനെ സംബന്ധിച്ചും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഐസിസ് എന്ന തീവ്രവാദ സംഘടനകളിലേക്ക്, സിറിയയിലേക്ക്, അഫ്ഗാനിലേക്കൊക്കെ പോകുന്ന ഒരുപാട് ഇസ്ലാം മത തീവ്രവാദികൾ കണ്ണൂര് വളരുന്നുണ്ട് എന്ന് നമ്മൾ ഉറക്കെ പറഞ്ഞു, വിശ്വസിച്ചില്ല. ഇപ്പോഴിതാ കൊച്ചി കണ്ണൂര് വിമാനത്താവള ടെർമിനലിൽ മോസ്ക് മോഡലിൽ നമസ്കാര മുറികൾ നിർമ്മിച്ചിരിക്കുന്നു. മോസ്ക് മോഡൽ വിമാനത്താവളം എങ്ങനെയാണ് മതവൽക്കരിക്കാൻ പറ്റുക? അത് പൊതു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? നോക്കണം. ഒരിടത്ത് എവിടെയോ ഞാനിങ്ങനെ യാത്ര ചെയ്ത സമയത്ത് കണ്ടിരുന്നു, ഞമ്മള കോഴിക്കോട് ഓക്കെ, വനം വകുപ്പ് മേഖലയിൽ പോലും എല്ലാം ഈ രൂപത്തിൽ മതവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം, നിൽക്കട്ടെ. അപ്പോ മോസ്കിന്റെ രൂപത്തിലാകുമ്പോൾ ആരും വിവാദമാക്കില്ല അല്ലെ? നമസ്കാര റൂമിന്റെ പള്ളിയുടെ മോഡലിലായാലാണ് വിവാദമാക്കുക. എന്തായിരുന്നാലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംബന്ധിച്ച് കേന്ദ്രത്തിലേക്ക് എൻക്വയറി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശക്തമായി അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുവാണ്. കർമ്മ ന്യൂസിന്റെ ഒരു വാർത്തയാണ്. നിർമ്മല കോളേജിലെ വിവാദ നിസ്കാരമുറി സംഭവത്തിൽ ഗൗരവത്തോടെ ഇടപെടുകയാണ് കേന്ദ്ര സർക്കാർ. വിഷയത്തിൽ ഗൗരവത്തോടുകൂടി ശ്രദ്ധയൂന്നുകയാണ് കേന്ദ്ര ഏജൻസികൾ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. വിദ്യാർത്ഥികളെ തീവ്രവാദത്തിന്റെ പാതയിലേക്ക് തള്ളിവിടുന്ന ചില സംഘടനകൾ എറണാകുളം, കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുവെന്നും
സംഭവത്തിന് പിന്നിൽ ഇവരുടെ കേരളത്തിന്റെ 14 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഈ തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കിടയിലേക്ക് അഭിമന്യുവിന്റെ ജീവൻ പോയപ്പോഴാണ് ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ ഈ മതമൗലികവാദത്തിന്റെ തീവ്രവാദത്തിന്റെ ആശയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക്, കലാലയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ റിസൾട്ടാണ് നമ്മൾ കണ്ട ഇന്തിഫാദ. എങ്ങനെയാണ് ഒരു കലോത്സവ നഗരിക്ക് ഇന്തിഫാദ അഥവാ സായുധ കലാപം എന്ന പേര് കൊടുക്കുക? കലയിൽ എന്തിനാണ് മതം വരുന്നത്? കലയിൽ എന്തിനാണ് കൊല വരുന്നത്? കണ്ടില്ലേ? പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. കേന്ദ്ര ഏജൻസികൾ വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ വിഷയം വിവാദമായതോടെ ഒരുപാട് പള്ളികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നീളുന്നു. ആ പള്ളികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നീളുന്നത് പോലെ തന്നെ ഇവിടത്തെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നീളണം. പരിശോധിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. കേന്ദ്ര ഏജൻസികൾ വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നിസ്കാരമുറി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയത്. മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനകളായ MSF-ഉം അതുപോലെ തന്നെ SFI-യുമായിരുന്നു സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ആവശ്യം പരിഗണിക്കാനാകില്ലെന്ന് കോളേജ് മാനേജ്മെന്റ് തറപ്പിച്ചു പറയുകയായിരുന്നു. കഴിഞ്ഞ 70 വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജാണ് ക്രൈസ്തവ മാനേജ്മെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന നിർമ്മല കോളേജ്. ഈ കോളേജിന്റെ 300 അടി അകലെ നടന്നു പോലും പോകാൻ പറ്റുന്ന തൊട്ടടുത്ത് തന്നെ ഇസ്ലാം മതവിശ്വാസത്തിലുള്ള നമ്മളെല്ലാവരും ആ വിഷയം പറഞ്ഞെങ്കിലും നമുക്ക് പറയാം. പക്ഷേ ഈ സ്ഥാപനം പറയേണ്ടിയിരുന്നത് 50 മീറ്റർ അകലെ പള്ളിയില്ലേ, നിങ്ങൾക്ക് അവിടെ പൊയ്ക്കൂടെ എന്നായിരുന്നില്ല. ഈ സ്ഥാപനം അതിനനുവദിക്കുന്നില്ല. എന്തേ അത് പറയാൻ പറ്റാത്തത്? ഈ സ്ഥാപനത്തിനൊരു നിയമമുണ്ട്. ഈ നിയമം ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ കലാലയം വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളതാണ്. ഇനിയും ഒരു കലാലയത്തിൽ അവർ 50 മീറ്റർ അകലെ പള്ളി ഇല്ലെങ്കിൽ അവർ അതേ ആവശ്യം അവിടെയും ഉന്നയിക്കില്ലേ? അതിനും കൂടി തടയിട്ടിട്ട് വേണ്ടിയിരുന്നില്ലേ ഇവർ അഭിപ്രായം പറയാൻ? ഇവിടെയും മതമൗലികവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് മാറ്റിയിട്ടു. ഒരു മസ്ജിദ് ഉണ്ട്. ആ മസ്ജിദിൽ സ്ത്രീകൾക്കടക്കം നിസ്കാരത്തിനുള്ള സൗകര്യവുമുണ്ട്. എന്നിട്ടും അവിടെ പോയി നിസ്കരിക്കാതെ എന്തിനാണ് കോളേജ് ക്യാമ്പസിനുള്ളിൽ ഒരു മുറി നിസ്കാരത്തിനായി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ ഇറങ്ങിയത് എന്നതാണ് കേരള പോലീസിനൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഘടകം. മൂവാറ്റുപുഴ എന്ന പ്രദേശത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. മൂവാറ്റുപുഴ പ്രദേശത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നു വരുന്ന ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കോട്ടയം, എറണാകുളം ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ചില തീവ്ര ശക്തികളുടെ കൃത്യമായ പ്രവർത്തനം, അത് സംബന്ധിച്ച കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടുകളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികൾ കൃത്യമായി കണക്കാക്കുന്നു. അത് മാത്രമല്ല, ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവം അത് മൂവാറ്റുപുഴയിലാണ്. ആ സംഭവത്തിന് പിന്നിലുള്ള ക്രിമിനൽ ശക്തികളെ അടുത്തിടെയാണ് പ്രധാനമായും പിടികൂടിയത്. അത്തരത്തിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവത്തിൽ ന്യൂമാൻ കോളേജ് കൃത്യമായി അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നിരുന്നെങ്കിൽ പിന്നീട് പാലാ ബിഷപ്പിന്റെ വിഷയം ഉണ്ടാകുമായിരുന്നില്ല. പിന്നീട് ഒരു പൂഞ്ഞാർ വിഷയം ഉണ്ടാകുമായിരുന്നില്ല. ഇന്നിപ്പോഴിതാ നിർമ്മല കോളേജിന്റെ വിഷയം ഉണ്ടാകുമായിരുന്നില്ല. ശക്തികൾക്ക് കൃത്യമായി വേരോട്ടമുള്ള ഒരു മേഖലയാണ് മൂവാറ്റുപുഴ പ്രദേശം എന്നുള്ളത് കൂടി ഇക്കാര്യത്തിൽ ചേർത്ത് വായിക്കണമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ കണക്കുകൂട്ടൽ. അതിനടിസ്ഥാനത്തിൽ തന്നെയാണ് നിർമ്മല കോളേജ് വിവാദത്തെ കേവലം ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നതിനുപരിയായി ചില ഗൗരവമുള്ള വിഷയമായി കണക്കാക്കിക്കൊണ്ട് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നത്. ഇതിന് പിന്നിൽ ചില തീവ്ര ആശയക്കാരും അവരെ പിന്തുണയ്ക്കുന്ന ചില ശക്തികളുണ്ട് എന്നുള്ളത് കൃത്യമായി കേന്ദ്ര ഏജൻസികൾ മനസ്സിലാക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ ഇവരാണ് ഇത്തരത്തിൽ പിരികേറ്റി വിടുന്നതെന്നും വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ട് കോളേജ് ക്യാമ്പസിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുകയും അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയുമാണ് ഈ സംഘടനകളുടെ ലക്ഷ്യമെന്നും കൃത്യമായി കേന്ദ്ര ഏജൻസികൾ കണക്കുകൂട്ടുന്നു. കേരളത്തിൽ നിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കാനുള്ള ഗൂഢ അജണ്ട സംഭവത്തിന്റെ പിന്നിലുണ്ടോ എന്നാണ് കേന്ദ്ര ഏജൻസികളുടെ സംശയം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എറണാകുളം, കോട്ടയം ജില്ലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാണോ നിർമ്മല കോളേജിലെ വിവാദവും എന്ന സംശയത്തിലാണ് കേന്ദ്ര സർക്കാർ. നിർമ്മലയിലെ നിസ്കാര വിഷയത്തിൽ ആദ്യം നമസ്കരിക്കണമെന്ന് പറയും, പിന്നെ ഹിജാബ് വേണമെന്ന് പറയും, പിന്നീട് ആ മോസ്കിന് ഒരു പേര് കൊടുക്കും ഇവര്, നമസ്കാര റൂമിന്. പിന്നീട് ഒരു പള്ളിയായി, ബാങ്ക് വിളിയായി, ജുമുആയി, ജമാഅത്തായി. ഇത് തുടക്കത്തിൽ തന്നെ കോളേജ് അധികൃതർ കൃത്യമായ രൂപത്തിലുള്ള നിലപാടെടുത്തത് കൊണ്ട് ഒരു പക്ഷേ ഭാവിയിൽ രക്ഷപ്പെട്ടേക്കാം.
നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടതുകൂടി ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ നിസ്കാരം നടത്താൻ വന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വീകരിച്ചത് എന്ന ആക്ഷേപവും മറുഭാഗത്ത് ഉയരുന്നുണ്ട്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിനുള്ളിൽ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന ആവശ്യമാണ് ഇസ്ലാമിക ജിഹാദികളുടെ പിന്തുണയോടെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചതെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. വനിതകളുടെ വിശ്രമ മുറി നിസ്കാരത്തിന് ഉപയോഗിച്ചതിനെതിരെ കോളേജ് അധികൃതർ നിലപാടെടുത്തപ്പോൾ അതിനെതിരെ സമരവുമായി വന്നത് MSF ഉം SFI-യുമാണ്. MSF മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ SFI ഒരു മതത്തിനോടും കൂറില്ലെന്ന് പറയുന്ന മതേതര സംഘടനയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പള്ളിയല്ല വേണ്ടത് പള്ളിക്കൂടമായിരം ഇപ്പൊ വേണ്ട ഇവർക്കിത് അങ്ങനെ പറഞ്ഞിരുന്ന സംഘടനയുടെ വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ എല്ലാ പള്ളിക്കൂടങ്ങളിലും 1000 പള്ളികൾ നിർമ്മിക്കാൻ വേണ്ടി സജ്ജരായി ഇറങ്ങിയിരിക്കുകയാണ് അവര്. വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹിജാബ് ധരിച്ച സർജറി നടത്താൻ അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നതും അടുത്തിടെയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സ്കൂൾ യൂണിഫോമിന് പകരം മതവേഷവിധാനം ഓപ്പറേഷൻ തിയേറ്ററിനകത്തുവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം ഇംപ്ലിമെന്റ് ചെയ്യണം. ഇവരെയല്ലേ പച്ചയായി പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോളാൻ പറയേണ്ടി വരുന്നത്. ആവശ്യവും കേരളത്തിൽ ശക്തമാകുന്നതും ഇതിന്റെ ഈ അടുത്ത കാലത്താണ്. ഇതൊക്കെ തന്നെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നില്ല. ഇതൊക്കെ തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ മതസൗഹാർദ്ദ ഇത് സംഘടിതമായ മത തീവ്രവാദികളുടെ ശ്രമമാണ്. കുട്ടികൾക്ക് കൃത്യമായി ബ്രെയിൻ വാഷിംഗ് കൊടുത്ത് അവരെ പിരികേറ്റി ട്യൂഷൻ കൊടുത്ത് ഇത്തരം ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഹിന്ദു മാനേജ്മെന്റ് കലാലയങ്ങളിലേക്ക് കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി ഇറക്കുന്നതിന്റെ ഭാഗമല്ലേ ഈ മതം? എന്തിനാണ് കലാലയങ്ങളിൽ മതം? പഠിക്കാൻ വരണമെങ്കിൽ വരുന്നെങ്കിൽ പഠിച്ചിട്ട് വീട്ടിൽ പോകണം. അതല്ല മതം ഇംപ്ലിമെന്റ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ഈ കേരളക്കരയിൽ ഒരുപാട് മതപരമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെ പോയാൽ മതി അവർക്ക്. ഈ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ തന്നെ ഇവര് പ്രതിഷേധമുണ്ടാക്കേണ്ട കാര്യമില്ല. പ്രിൻസിപ്പളിനെ തടഞ്ഞു വെക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്ന ചോദ്യത്തിന്റെ ആവശ്യമില്ല. അന്തരീക്ഷം തകർക്കാനുള്ള ചില തീവ്ര ശക്തികളുടെ ശ്രമത്തിന്റെ ഭാഗമെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കണക്കുകൂട്ടൽ. ക്യാമ്പസുകളിൽ കടന്നുകയറിയിട്ടുള്ള ജിഹാദി പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നുകയറ്റത്തിന്റെ ഭാഗമാണ് സമീപകാല സംഭവവികാസങ്ങളെന്നാണ് കണക്കുകൂട്ടലുകൾ. ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുള്ള ജിഹാദി പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നുകയറ്റത്തിന്റെ ഭാഗമാണ് സമീപകാല സംഭവങ്ങളെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ കണക്കുകൂട്ടൽ. മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ മുസ്ലിം പള്ളികൾ ഉണ്ടെന്നിരിക്കെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടെന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത്. സ്ത്രീകൾക്ക് അവിടെ നമസ്കരിക്കാൻ സൗകര്യമുണ്ടോ ഇല്ലേ എന്നത് രണ്ടാമത്. 95% പള്ളികളിലും സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല. ശരി, അങ്ങനെയാണെങ്കിൽ അവിടെ ഇവര് സമരം ചെയ്ത് സ്ത്രീകൾക്ക് കയറാൻ ഒരു സൗകര്യം ഉണ്ടാക്കിയെടുക്കണം. ആദ്യം ഇവര് സംസാരിക്കേണ്ടിയിരുന്നത് ആ കോളേജിന്റെ സമീപത്തുള്ള പള്ളി കമ്മിറ്റിയുമായിട്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെ ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു തരണം. അവര് സൗകര്യം ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഈ നില തുടരുകയാണെങ്കിൽ നാളെ ചിന്മയ മിഷന്റെയും അമൃതാനന്ദമയി മഠത്തിന്റെയും കോളേജുകളിലും NSSന്റെയും SNDP യോഗത്തിന്റെയും കോളേജുകളിലും നിസ്കാരമുറി വേണമെന്ന ആവശ്യം ഉയരുമെന്നാണ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന നിലപാട്. ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും അടക്കം IT സ്ഥാപനങ്ങളിൽ പോലും ഇത്തരം ആവശ്യങ്ങളുമായി പൊളിറ്റിക്കൽ ഇസ്ലാം ജിഹാദി ഭീകരർ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. നിർമ്മല കോളേജിലും മറ്റു മതസ്ഥരുടെ സ്ഥാപനങ്ങളിലും അടക്കം നിസ്കാരമുറി വേണമെന്ന് പറയുന്നവർ ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ ഇസ്ലാമിക മാനേജ്മെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ മറ്റു മതസ്ഥരുടെ ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു നൽകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. ഒരിക്കലും അനുവദിച്ചു നൽകില്ല എന്നുള്ളതാണ്. ഒരുപാട് ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട്. അവിടെ മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ട്, ഹിന്ദുക്കൾക്ക് പൂജയ്ക്ക് സൗകര്യമുണ്ടോ? ക്രിസ്ത്യാനികൾക്ക് സൗകര്യം കൊടുക്കുമോ ഇവരെ? അങ്ങനെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അവർ മതേതരന്മാരാണ്. അവർക്ക് പൊതുവെ അവരുടെ മതം സ്വകാര്യതയാണ്. ആരാധനാലയങ്ങളിലോ വീടിന്റെ ഏതെങ്കിലും ഒരു പൂജാമുറിയിലോ അവരുടെ വിശ്വാസം ഒടുങ്ങും. അതായത് അവരുടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനോ ഞങ്ങൾ എന്തോ വലിയ ഹിന്ദു വിശ്വാസികളാണ്, ക്രൈസ്തവ വിശ്വാസികളാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ മുസല്ലയിട്ട് നമസ്കരിക്കുന്നത് പോലെ, തീവണ്ടിക്കകത്ത് ബാത്റൂമിന്റെ ഫ്രണ്ടിൽ പേപ്പർ ഇട്ട് നമസ്കരിക്കുന്നത് പോലെ ആരെയും അവർക്കൊരു പ്രഹസനവും കാണിക്കാനില്ല. അതിനുത്തരം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ജിഹാദി പ്രവർത്തനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിഷയം ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത്. മതനിന്ദയുടെ പേരിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയ സ്ഥലമാണ് മൂവാറ്റുപുഴ. ഇവിടെയാണ് TJ ജോസഫ് ഇപ്പോഴും താമസിക്കുന്നത്. കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന തീവ്രവാദം തുടങ്ങുന്നത് കൈവെട്ടു സംഭവത്തോടു കൂടിയാണ്. ഇതേ സ്ഥലത്താണ് ഒരു പ്രകോപനവും കൂടാതെ ചില കുട്ടികൾ നിസ്കാരമുറി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം ആരംഭിച്ചത്. അതിന് SFI പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണ ഉണ്ടായി എന്നുള്ളതും ഏറെ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ട കാര്യമാണ്. മറ്റൊരു മതവിഭാഗം നടത്തുന്ന പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇസ്ലാം മതവിശ്വാസികളായ കുട്ടികൾ ഇത്തരം ഒരു ആവശ്യം ഉയർത്തിയത് ആരുടെയെങ്കിലുമൊക്കെ ചട്ടുകത്തിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്.
അതേസമയം നിർമ്മല കോളേജിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് നിസ്കാരമുറി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ച സംഭവത്തിൽ പ്രദേശത്തെ മുസ്ലിം ആരാധനാലയങ്ങളിൽ നിന്നുള്ള സംയുക്ത പ്രതിനിധി സംഘം കോളേജ് അധികൃതരെ സന്ദർശിച്ച് ഖേദം പ്രകടിപ്പിച്ചു. എന്തിനാണെന്നറിയാമോ? 95% മുസ്ലിം പള്ളികളിലും സ്ത്രീകൾക്ക് പള്ളി പ്രവേശമില്ല. അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ ചർച്ച വരുന്നു. 1. 2, ഇനിയും ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ മുസ്ലിം കുട്ടികൾക്ക് കടക്കാൻ ഒരു അഡ്മിഷൻ കിട്ടാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. അത് രണ്ടും നിലനിർത്തിയിട്ടാണ് ഈ മുസ്ലിം പള്ളി മഹല്ല് കമ്മിറ്റിക്കാരെല്ലാം കൂടെ തീരുമാനിച്ച് കുട്ടികൾക്ക് വേണ്ടി നമുക്കൊരു മാപ്പ് അങ്ങ് പറയാം. കഴിഞ്ഞ വെള്ളിയാഴ്ച SFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തെ SFI സംസ്ഥാന നേതൃത്വം തള്ളിപ്പറഞ്ഞിരുന്നു. സെൻട്രൽ മഹല്ല് കമ്മിറ്റി ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി, പേട്ട മഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം കാഞ്ഞാർ നിസാർ മൗലവി, ജമാഅത്ത് പ്രസിഡന്റുമാരായ PM അബ്ദുൽ സലാം, KM സെയ്ദ് മുഹമ്മദ് റാവുത്തർ, PSA ലത്തീഫ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. സമരം അറിവില്ലായ്മയാണെന്നും സമീപത്ത് വനിതകൾക്കും ആരാധനാ സൗകര്യമുള്ള മസ്ജിദ് ഉള്ളപ്പോൾ വിദ്യാർത്ഥികളുടെ ദുശാഠ്യം അംഗീകരിക്കാനാകില്ലെന്നും പ്രതിനിധി സംഘം കോളേജ് അധികൃതരെ അറിയിച്ചു. അവിടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹാരം കാണും. മൂവാറ്റുപുഴയിലെ മത സാമുദായിക സൗഹാർദ്ദത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നും അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിലെ ചില എയർപോർട്ടുകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ അടക്കമുള്ള ചില എയർപോർട്ടുകളിൽ നിസ്കാര മുറികൾ കൂടിയുണ്ട്. എയർപോർട്ടുകൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും വരുന്ന സ്ഥലങ്ങളാണ്, എല്ലാ മതസ്ഥരും വരുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ചില നിസ്കാര മുറികൾ, ചില മസ്ജിദുകൾക്ക് സമാനമായിട്ടുള്ള ചില ആരാധനാ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിന് പണം മുടക്കുന്നതാകട്ടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യവസായിയുമാണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ ചില മതവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇങ്ങനെ റിസർവ് ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെ കുറച്ചു പേർക്ക് നിസ്കരിക്കണമെങ്കിൽ ബാക്കി മതവിഭാഗങ്ങൾക്ക് കൂടി അവരുടെ ആരാധന നടത്താനുള്ള സൗകര്യങ്ങൾ ഈ എയർപോർട്ടുകൾ പോലെ. അതാണല്ലോ മതേതരത്വം. ആ വ്യവസായിക്ക് നമസ്കരിക്കുന്ന ആളുകൾ മാത്രം എയർപോർട്ടിൽ വന്നാ മതി. എയർപോർട്ടിൽ വരുന്ന അത്തരം ആളുകൾ മാത്രം നമസ്കരിച്ചാൽ മതി. പൂജയ്ക്കും ക്രിസ്ത്യൻ വിശ്വാസത്തിനും ഒക്കെ അവർ വേറെ സൗകര്യം നോക്കിക്കോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ മതവികാരം മാനിക്കുക, അത് പ്രോത്സാഹിപ്പിക്കുക, അത് വളർത്തിയെടുക്കുക, അതായിരിക്കും ലക്ഷ്യം. പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കണ്ടേ? അതൊന്നുമില്ല. അവിടെയൊക്കെ മതേതരത്വം പറയുന്ന ആളുകൾ മത പ്രീണനം മാത്രമാണ് നടത്തുന്നത്. അവിടെ ഒന്നും മതേതരത്വം ഇല്ല. അവിടെയൊക്കെ മതപ്രീണനം, ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ള നിസ്കാര മുറികളും നിസ്കാര ഇടങ്ങളും ഒക്കെ ഉണ്ട്. മറ്റു മതസ്ഥരെ ഒന്നും അവർ കാണുന്നേയില്ല. മറ്റു മതസ്ഥർക്കൊന്നും അവകാശങ്ങളില്ല. മറ്റു മതസ്ഥർക്കൊന്നും ഇത്തരം ആരാധനാ ക്രമങ്ങളില്ല. അവരെ ഒന്നും കണക്കാക്കുന്നേയില്ല. ചില ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം പ്രത്യേക നിസ്കാര മുറി, പ്രത്യേക നിസ്കാര സ്ഥലമല്ല. ഇത് കോളേജ് ക്യാമ്പസുകളിൽ മാത്രമല്ല, എയർപോർട്ടുകളിൽ വരെ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട് ഈ മതഭീകരവാദികളുടെ വായിൽ എത്രമാത്രം അകപ്പെട്ടു കഴിഞ്ഞു. ആരെങ്കിലും ഇത്തരം വിഷയങ്ങൾക്കെതിരെ പ്രതികരിക്കുവോ? ഇല്ല. ആരും ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കാൻ പോയിട്ട് ഒരു വാക്ക് എഴുതാൻ പോലും തയ്യാറാകുന്നില്ല. മറ്റൊരു വിഷയം കൂടി എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കാണിച്ചു തരാം. നമസ്കാരം. ഇത് കേരള സർക്കാരിന്റെ വണ്ടിയാണല്ലോ. ഇതിൽ ആ ചെയർമാൻ എന്ന് എഴുതിയേക്കുന്നതിന്റെ താഴെ ആ ബോർഡൊന്ന് വായിച്ചാൽ രസമാണ്. കേരള സ്റ്റേറ്റ് മദ്രസ ടീച്ചേഴ്സ് വെൽഫെയർ ബോർഡ്, ഗവൺമെന്റ് ഓഫ് കേരള. ഇത് ആര് നിശ്ചയിച്ച്, ഇതെങ്ങനെ അറിഞ്ഞ്, ഇത് എതിലേക്കൂടെ തിരികെ കയറ്റി, എന്തൊക്കെയാണ് അവസ്ഥ? ഇതിന്റെ വല്ല വിജ്ഞാപനം ഉണ്ടായിരുന്നു? ഇതൊന്നും നമ്മളിതുവരെ അറിഞ്ഞില്ല. ഇവിടുത്തെ സാധാരണക്കാരനൊന്നും ഈ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ കുത്തിത്തിരികെ ഇതിൽ കയറ്റിയിട്ട് പതുക്കെ പുറത്തോട്ട് വരുമ്പോഴാണ്, ഈ കാറും കൊണ്ടൊക്കെ ഇറങ്ങുമ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് ഇങ്ങനെ ഒരു വകുപ്പുണ്ടായിരുന്നു, ഇതിന്റെ അകത്ത് ഇങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ കുത്തിത്തിരികെ കയറ്റിയിട്ടുണ്ടെന്നൊക്കെ. സത്യത്തിൽ ഇത് എങ്ങോട്ടാണെന്ന് തന്നെ ഒരു തിട്ടമില്ലാത്ത പോക്കാണ്. ആ പിടുത്തം വിട്ട പോക്കെന്ന് പറയുന്ന പോലെ. ഓക്കെ, ജനങ്ങൾ ഇന്ന് അവരുടെ കയ്യിലുള്ള ഫോൺ വഴി കാര്യങ്ങൾ അറിയുന്നു, മനസ്സിലാക്കുന്നു. പ്രതികരിക്കാൻ സാധിക്കുന്ന എല്ലാ മേഖലകളിലും ഇത്തരം ആളുകൾ റെയറായിട്ടെങ്കിലും നിർഭയം പ്രതികരിക്കാൻ തയ്യാറാകുന്നതിന് തന്നെ അവർക്ക് നന്ദി.